നമസ്കാരം. പ്രധാനമായും പൊങ്കാലയിടുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായ ഏതാനും കാര്യങ്ങളുണ്ട്. സ്ഥിരമായി വർഷങ്ങളായി പൊങ്കാലയിടുന്നവർക്ക് ഒരുപക്ഷെ ഇതെല്ലാം അറിയാമായിരിക്കാം. എന്നാൽ ആദ്യമായി പൊങ്കാലയിടുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പലർക്കും ആറ്റുകാൽ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി പൊങ്കാലയിടുവാൻ സാധിച്ചെന്ന് വരികയില്ല. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ പൊങ്കാല തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. പൊങ്കാല സമർപ്പണത്തിലെ പുണ്യം ഭക്തിയും വ്രതശുദ്ധിയുമാണ്. എല്ലാവർക്കും ഒരുപോലെ വ്രതമെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അവരവരുടെ കഴിവിനും ആരോഗ്യസ്ഥിതിക്കും അനുസരിച്ച് വേണം വ്രതമെടുക്കുവാൻ. കാപ്പ് കെട്ടുന്നത് മുതലുള്ള 9 ദിവസം യാതൊരു വിധമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെയും മത്സ്യമാംസാദികൾ വർജിച്ചും ബ്രഹ്മചര്യം പാലിച്ചും ദേവീ മന്ത്രജപത്തോടെ എന്നും ക്ഷേത്ര ദർശനം നടത്തി വ്രതമെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതിന് കഴിയാത്തവർക്ക് മറ്റു ദിവസങ്ങളിൽ, അതായത് 7 ദിവസമോ 5 ദിവസമോ 3 ദിവസമോ വ്രതമെടുക്കാം. അതിനും പറ്റിയില്ലെങ്കിൽ തലേ ദിവസമെങ്കിലും വ്രതമെടുക്കേണ്ടതാണ്. എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് മാസമുറ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. മാസമുറ കഴിഞ്ഞ് 7-ാം ദിവസം പൊങ്കാലയിടാം എന്നാണ് ആചാര്യമതം. രണ്ടാമതായി പറയാനുള്ളത്, പുലയും വാലായ്മയുമുള്ളവർ പൊങ്കാലയിടരുത്. പൊങ്കാലയുടെ പരിസരത്തോ ക്ഷേത്ര പരിസരത്തോ വരരുത്. അങ്ങനെ ചെയ്താൽ ഭക്തർ തയ്യാറാക്കുന്ന നിവേദ്യം അശുദ്ധമാകും. ശുദ്ധമല്ലാത്ത നിവേദ്യം ദേവി സ്വീകരിക്കില്ല. പ്രീതിക്ക് പകരം അപ്രീതിയാകും ഫലം. മരിച്ച് 16 വരെ പുലയും ജനിച്ച് 11 വരെ വാലായ്മയും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമതായി പറയാനുള്ളത്, ആറ്റുകാലമ്മയ്ക്ക് ജാതിയും മതവുമില്ല എന്നുള്ളതാണ്. അവിടെ ഭക്തിയാണ് പ്രധാനം. ആർക്കും ഇവിടെ പൊങ്കാലയിടാം. പുരുഷന്മാർ പൊങ്കാലയിടുന്നതിൽ തെറ്റില്ല. പണ്ട് പുരുഷന്മാരും പൊങ്കാല സമർപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണം ലഭിച്ചതോടെ അതിപ്രധാന നേർച്ചയായ പൊങ്കാല സ്ത്രീകൾക്ക് മാത്രമായി മാറി. നാലാമതായി, പൊങ്കാലയ്ക്ക് മൺകലം തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. പുത്തൻ മൺകലം തന്നെയാണ് വേണ്ടത്. ദേവീ സവിധത്തിൽ ആത്മസമർപ്പണം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് പുത്തൻ മൺകലത്തിലെ പൊങ്കാല. ഇതിന് മംഗളപ്പൊങ്കാല എന്നും പറയും. മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു. ശരീരമാകുന്ന കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. അതിനാലാണ് മൺകലം തന്നെ വേണം എന്ന് പറയുന്നത്. ഞാൻ എന്ന ഭാവം നിശേഷം കളഞ്ഞ് ആത്മസമർപ്പണം നടത്തുന്നതിൻ്റെ പ്രതീകമായാണ് കലത്തിനടിയിൽ തീ കൂട്ടുന്നത്. അഞ്ചാമതായി പറയാനുള്ളത്, പൊങ്കാല ദിവസം ആറ്റുകാലമ്മയെ കണ്ടു വന്ദിച്ചാൽ അഷ്ടൈശ്വര്യങ്ങളും ലഭിക്കും എന്നുള്ളതാണ്. ആറാമതായി, പൊങ്കാലയിടാൻ തേങ്ങ തിരുമുന്നതും ശർക്കര അരിയുന്നതും പൊങ്കാല സമയത്താവുന്നതാവും ഉത്തമം. തലേന്ന് ചെയ്തത് ഉപയോഗിക്കരുത്. പൊങ്കാല ദിവസം വീട്ടിൽ രാവിലെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഏഴാമതായി പറയാനുള്ളത്, പൊങ്കാലയ്ക്ക് തയ്യാറാക്കി വച്ച ശേഷം അടുപ്പ് കത്തിക്കും മുമ്പ് മറ്റൊരു ക്ഷേത്രത്തിലും പോകരുത് എന്നുള്ളതാണ്. പൂർണ്ണമായും ദേവിയിൽ മനസ്സ് സമർപ്പിക്കണം. നിവേദ്യം കഴിയുന്നതുവരെ ദേവീ പ്രാർത്ഥനയുമായി കഴിയണം. എട്ടാമതായി, പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ സർവമംഗളങ്ങൾക്കുമായി ദേവിയെ സങ്കല്പിച്ച് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന് വേണം ജപിക്കാൻ. പൊങ്കാല പാകമായാൽ തിളയ്ക്കുന്നതുവരെ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ദേവീ മാഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ഭദ്രകാളി സഹസ്രനാമം, അഷ്ടോത്തരങ്ങൾ എന്നിവ ജപിക്കേണ്ടതാണ്. ഒൻപതാമതായി പറയാനുള്ളത്, പൊങ്കാല അരിയിടുമ്പോൾ ഭക്തിയാദരപൂർവ്വം ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവീ മന്ത്രങ്ങൾ ഉരുവിടേണ്ടതാണ്. പത്താമതായി പറയാനുള്ളത്, പൊങ്കാല തിളച്ചു തൂകണം എന്നുള്ളതാണ്. അത് കിഴക്കോട്ടായാൽ ഏറ്റവും ഉത്തമം. ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു. കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യം ഉടൻ നടക്കും. വടക്കോട്ടായാൽ കാര്യം നടക്കാൻ ഒരല്പം താമസമെടുക്കും. പടിഞ്ഞാറായാലും കുഴപ്പമില്ല. എന്നാൽ തെക്കോട്ട് തൂകിയാൽ ദുരിതം മാറിയിട്ടില്ല എന്നർത്ഥം. പ്രാർത്ഥനയും പൂജയും നന്നായി തന്നെ വേണം. 11ാമതായി പറയാനുള്ളത്, പൊങ്കാല തിളച്ച ശേഷം ആഹാരം കഴിക്കുന്നതാണ് ഉത്തമം. ഇക്കാര്യം പൊങ്കാല ഇടുന്ന ആളിൻ്റെ മനസ്സുപോലെയും ആരോഗ്യം അനുവദിക്കുന്നത് പോലെയും ആകാം. ചിലർ പൊങ്കാല നേദിക്കും വരെ ജലപാനം പോലും നടത്തില്ല.
ആത്മീയ സംതൃപ്തിയും അമ്മയ്ക്കുള്ള അർപ്പണവുമായാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ ദേവിക്ക് നേദ്യം അർപ്പിക്കുന്നതുവരെ വിശപ്പോ ദാഹമോ വെയിലോ ചൂടോ ഒന്നും പ്രശ്നമാകില്ല എന്നാണ് അവരുടെ ചിന്ത. സർവവും ദേവി എന്ന ചിന്തയിൽ ആഹാരത്തിന് ഒരു സ്ഥാനവും ഉണ്ടാകില്ല. എന്നാൽ പ്രമേഹം പോലെ ജീവിതശൈലി രോഗങ്ങളുള്ളവർ ആഹാരം കഴിക്കാതിരുന്നാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല. അവനവൻ്റെ ആരോഗ്യവും വളരെ പ്രധാനമാണല്ലോ. ഇനി 12ാമത്തെ കാര്യം, പൊങ്കാല ഇടുമ്പോൾ തെളിയിച്ചു വയ്ക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞാലുടൻ പുഷ്പം കൊണ്ട് അണയ്ക്കാവുന്നതാണ്. 13ാമതായി ശ്രദ്ധിക്കേണ്ടത് പൊങ്കാല ദിവസമല്ലാതെയും ആറ്റുകാലിൽ പൊങ്കാല ഇടാം എന്നുള്ളതാണ്. പക്ഷേ ക്ഷേത്രത്തിലിടുന്ന പൊങ്കാല ഭക്തജനങ്ങൾക്ക് നേരിട്ട് സമർപ്പിക്കാൻ കഴിയില്ല. എന്നാൽ പൊങ്കാല ദിവസം ഭക്തജനങ്ങൾക്ക് നേരിട്ട് സമർപ്പിക്കാം. ഇത് ഫലം വർദ്ധിപ്പിക്കും. 14ാമതായി പറയാനുള്ളത്, 101 അടുപ്പിൽ ഒരേ സമയത്ത് അഗ്നി ജ്വലിപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. പ്രായോഗികമായി അത് അസാധ്യമാണ്. മുഹൂർത്ത സമയത്ത് പ്രധാന കലത്തിൽ അഗ്നി ജ്വലിപ്പിക്കുക, ബാക്കി പിന്നീട് ജ്വലിപ്പിക്കുക. 101 കലം പൊങ്കാല ഒരേ സമയത്ത് അടുപ്പിൽ വയ്ക്കണമെന്നില്ല. എന്നാൽ നിവേദ്യ സമയത്ത് 101 കലവും അടുത്തടുത്ത് വച്ച് നിവേദിക്കണം. 15ാമത്തെ കാര്യം, വെള്ള നിവേദ്യം, പാൽപ്പായസം, ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി എന്നിവയാണ് പൊങ്കാലയുടെ കൂടെ സമർപ്പിക്കുന്ന പ്രധാന നിവേദ്യങ്ങൾ. ഭക്തരുടെ ഇഷ്ടമാണ് മുഖ്യം. ഭക്തർക്ക് ഇഷ്ടമുള്ള ഏത് വഴിപാടും ഇതിൻ്റെ കൂടെ സമർപ്പിക്കാം. ശിരോരോഗ സംബന്ധിയായ ഒരൊറ്റമൂലിയാണ് മണ്ടപ്പുറ്റ്. 16ാമതായി, പൊങ്കാല ദിവസം സ്വന്തം വീട്ടുമുറ്റത്ത് ദേവിയെ സങ്കല്പിച്ച് ശുദ്ധമാക്കിയ സ്ഥലത്ത് അടുപ്പിൽ പൊങ്കാല ഇടുന്നതും ദേവിക്ക് സമർപ്പിക്കുന്നതും ഗൃഹൈശ്വര്യത്തിനും സന്താന സൗഖ്യത്തിനും നല്ലതാണ്. 17ാമതായി പറയാനുള്ളത്, പൊങ്കാലയ്ക്ക് ശേഷം ക്ഷേത്രം നൽകുന്നതോ സംഘാടകരോ സ്ഥാപനങ്ങളോ നൽകുന്നതോ ആയ അന്നദാനം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ മനസ്സിൻ്റെ തൃപ്തിക്കാണ് പ്രാധാന്യം. 18ാമത്തെ വിഷയം, ധനധാന്യ സമൃദ്ധിയും സന്താന സൗഖ്യവും സൽസന്താന ലാഭവുമാണ് പൊങ്കാലയുടെ ഫലം. 19ാമതായി, ഒരിക്കൽ ഉപയോഗിച്ച പാത്രം വീണ്ടും പൊങ്കാലയ്ക്ക് ഉപയോഗിക്കരുത്. അതുകൊണ്ട് കൂടിയാണ് പുത്തൻ മൺകലം തന്നെ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നത്. 20ാമത്തെ കാര്യം, പൊങ്കാലയിട്ട കലങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പാചകത്തിന് ഉപയോഗിക്കരുത്. വീട്ടിൽ കൊണ്ടുപോയി കലത്തിൽ മണ്ണിട്ട് തുളസിയോ പിച്ചിയോ പോലുള്ള ചെടികൾ നടാവുന്നതാണ്. അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് ശേഷം കലം കഴുകി വൃത്തിയാക്കി അതിൽ അരിയിട്ട് വയ്ക്കണം. ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്ന് ഒരു പിടി അരി കൂടി അതിലിടണം. ഗൃഹത്തിൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. നമ്മൾ ശ്രദ്ധിക്കേണ്ട 21ാമത്തെ കാര്യം, പൊങ്കാലച്ചോറ് ബാക്കി വരാതെ നോക്കണം എന്നുള്ളതാണ്. വന്നാൽ തന്നെ പ്രസാദമായി മറ്റുള്ളവർക്ക് നൽകാം. എന്നാൽ അഴുക്കുചാലിലോ കുഴിയിലോ ഇടുകയോ കുഴി വെട്ടി മൂടുകയോ ചെയ്യരുത്. ഒഴുക്ക് വെള്ളത്തിലിട്ടാൽ അത് മീനിന് ആഹാരമാകും. ക്ഷേത്രത്തിലോ സ്വന്തം ഗൃഹത്തിലോ പൊങ്കാല ഇടുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറെ നന്ന്. ദേവിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ദിവസം ആറ്റുകാലെത്തി പൊങ്കാല സമർപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള അവസരം ലഭിച്ചില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ടതില്ല. സ്വന്തം ഗൃഹത്തിൽ നമുക്ക് ഈ ചിട്ടകളോടെ പൊങ്കാല തയ്യാറാക്കി പൂജാമുറിയുള്ളവർ അവിടെയോ അല്ലെങ്കിൽ ദേവിയുടെ ഒരു ചിത്രത്തിനോ വിഗ്രഹത്തിനോ മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് അതിനു മുന്നിൽ സമർപ്പിക്കാവുന്നതാണ്. അന്നേ ദിവസം നാമജപത്തോടുകൂടി കഴിയാൻ ശ്രമിക്കുക. ദേവീ സ്മരണയോടെ അന്നത്തെ ദിവസം കഴിയാൻ ശ്രമിക്കുക. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആറ്റുകാലമ്മേ ശരണം.